നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 41ാം രക്തസാക്ഷിത്വ ദിനം വിവിധ കോൺഗ്രസ് കമ്മിറ്റികൾ ആചരിച്ചു. കട്ടിളപ്പൂവം പാണ്ടിപ്പറമ്പ് റോഡ് BMBC നിലവാരത്തിൽ പൂർത്തീകരിച്ചത് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ അഗ്രി ന്യൂട്രി ഗാർഡൻ പദ്ധതി PG ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി അമ്പഴച്ചാൽ വെള്ളച്ചാട്ടത്തിന് സമീപത്തു നിന്നും 300 ലിറ്റർ വാഷും മാറ്റുപകരണങ്ങളും പിടികൂടി. താമര വെള്ളച്ചാൽ ആരണ്യകം ശിശുക്ഷേമ ട്രൈബൽ ഗ്രന്ഥശാല മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. പട്ടയമേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി K രാജൻ നിർവഹിച്ചു. തൃശൂരിൽ 1349 പട്ടയങ്ങൾ വിതരണം ചെയ്തു. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും ഭൂമിക്ക് രേഖ, എല്ലാ സേവനങ്ങൾക്കും സ്മാർട്ട് എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിന്റെ ഭാഗമായി സംസ്ഥാനതല പട്ടയ വിതരണത്തിന്റെ ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K രാജൻ നിർവഹിച്ചു. സംസ്ഥാനത്തുടനീളം ഇന്ന് നടന്ന പട്ടയമേളയുടെ ഭാഗമായി 10,002 പുതിയ പട്ടയങ്ങൾ വിതരണം ചെയ്തതായി മന്ത്രി അറിയിച്ചു. ഇത്രയും കുടുംബങ്ങൾ ഇന്ന് ഭൂമിയുടെ അവകാശികളായി മാറി. ഇന്നത്തേക്ക് ഉൾപ്പെടെ 2,33,947 കുടുംബങ്ങളെ ഭൂമിയുടെ അവകാശികളാകുവാൻ സാധിച്ചു. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നോളം ഉണ്ടായിട്ടില്ലാത്ത വേഗത്തിലാണ് പട്ടയ മിഷൻ മുന്നോട്ടു പോകുന്നത്. റവന്യൂ വകുപ്പിന്റെ ചരിത്രത്തിൽ നവ്യാനുഭവം സൃഷ്ടിച്ച മിഷനാണിത്. 2031 കേരള സംസ്ഥാനം രൂപീകൃതമായതിന്റെ 75ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഭൂമി വിഷയങ്ങളിൽ തർക്കരഹിതമായ ഒരു സംസ്ഥാനം സൃഷ്ടിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. 532 വില്ലേജുകളിൽ ഇതിനകം ഡിജിറ്റൽ റിസർവേ പൂർത്തിയായി. റിസർവേ പൂർത്തിയായ പഞ്ചായത്തുകളിൽ ഭൂമിയുടെ ക്രയവിക്രയം ഇനി ആധാരം മാത്രം കാണിച്ച് നടത്തുവാൻ കഴിയില്ല. റവന്യൂ രജിസ്ട്രേഷൻ, സർവേ എന്നീ വകുപ്പുകളുടെ പോർട്ടലുകൾ സംബന്ധിച്ച എന്റെ ഭൂമി എന്ന ഒറ്റ പോർട്ടലിൽ വഴിയേ എല്ലാ നടപടികളും പൂർത്തിയാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇതോടെ ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ ഒഴിവാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഭൂമിയുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ അടുത്ത ആഴ്ച പ്രസിദ്ധീകരിക്കും. റിസർവേ പൂർത്തിയായ വില്ലേജുകളിൽ RTK റോവർ മെഷീനും ഒരു സർവേയറും നിയോഗിക്കുമെന്നും മന്ത്രി പറഞ്ഞു. എല്ലാവിധ സേവനങ്ങളും ഡിജിറ്റലാക്കി കൺക്ലൂസീവ് ടൈറ്റിലിലേക്ക് കേരളം നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി. പട്ടയമേളയുടെ ഭാഗമായി ജില്ലയിലാകെ 1349 പട്ടയങ്ങളാണ് വിതരണം ചെയ്തത്. തൃശൂർ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി K രാജൻ 225 പട്ടയങ്ങൾ നേരിട്ട് വിതരണം ചെയ്തു. ചടങ്ങിൽ ഓൺലൈനായി എരുമേലി ടെക് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. തൃശൂർ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. P ബാലചന്ദ്രൻ MLA മുഖ്യാതിഥിയായി. MLA മാരായ സനീഷ് കുമാർ ജോസഫ്, CVR ചിറ്റിലപ്പള്ളി, ലാൻഡ് ബോർഡ് സെക്രട്ടറി സബീൻ സമീദ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സബ് കളക്ടർ അഖിൽ വി മേനോൻ, ജനപ്രതിനിധികൾ, തദ്ദേശ സ്വയംഭരണ അധ്യക്ഷന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു. അവകാശികളായി മാറാൻ പോകുന്നു എന്ന ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് ഇന്നത്തെ പട്ടയമേളയിലൂടെ കേരളത്തിലെ ഗവൺമെന്റ് നാടിന്റെ മുമ്പിൽ വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിലെ ഈ ഗവൺമെന്റിന്റെ കാലയളവിൽ ഇന്ന് വിതരണം ചെയ്യുന്ന പട്ടയം കൂടി കണക്കിലെടുത്താൽ 2,33,947 കുടുംബങ്ങളെ ഈ 4.5 വർഷക്കാലത്തിനിടയിൽ ഭൂമിയുടെ ഉടമകളാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കേരളത്തിലെ ഗവൺമെന്റ് അഭിമാനപൂർവ്വം കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അങ്ങനെ പറഞ്ഞാൽ കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയിൽ 4,13,000 പട്ടയങ്ങൾ ഈ നാട്ടിൽ വിതരണം ചെയ്തുകൊണ്ട് ഈ ഗവൺമെന്റ് അധികാരത്തിൽ നിന്നും പോകുന്നതിന് മുമ്പേ 10 ലക്ഷം പട്ടയങ്ങളായി 5 ലക്ഷം പട്ടയങ്ങളായി അത് വർദ്ധിപ്പിക്കാനുള്ള അതിവേഗ പ്രയത്നത്തിൽ കേരളമാകെ ഏർപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിൽ ഈ ഗവൺമെന്റിന്റെ കാലത്ത് 70 വയസ്സ് നാളെ പൂർത്തിയാകാൻ പോകുന്ന ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം കേരളത്തിലെ എല്ലാവർക്കും ഭൂമി നൽകാൻ വേണ്ടി ആരംഭിച്ചിട്ടുള്ള പട്ടയ മിഷൻ കേരളത്തിന്റെ ചരിത്രത്തിലെ ഒരു നവാനുഭവമായിരുന്നു. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും MLA-മാർ അധ്യക്ഷന്മാരായി ചേരുന്ന പട്ടയ അസംബ്ലികൾ
MLA-മാരുടെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് മെമ്പറും കോർപ്പറേഷൻ കൗൺസിലറും മുനിസിപ്പൽ കൗൺസിലറും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരും എല്ലാം പങ്കെടുത്ത് തങ്ങളുടെ വാർഡിൽ ഇനി പട്ടയം കൊടുക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനൊരു അവസരം ഉണ്ടാക്കുകയും ഓരോ നിയോജക മണ്ഡലത്തിലും അങ്ങനെ ഉയരുന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു നോഡൽ ഓഫീസർ ഉണ്ടാവുകയും ആ നോഡൽ ഓഫീസറുടെ നേതൃത്വത്തിൽ അവിടെ കൈകാര്യം ചെയ്യാവുന്ന പ്രശ്നങ്ങൾ അവിടെയും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ജില്ലയിൽ പരിഹരിക്കപ്പെടാവുന്ന പ്രശ്നങ്ങൾ അവിടെയും പരിഹരിക്കപ്പെട്ടതിന് ശേഷം ബാക്കി വരുന്ന പ്രശ്നങ്ങൾ സംസ്ഥാനത്തെ ഗവൺമെന്റിന്റെ പട്ടയ ഡാഷ്ബോർഡിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പട്ടയ ഡാഷ്ബോർഡിൽ വരുന്ന വിഷയങ്ങൾ ഓരോ 3 മാസക്കാലം മന്ത്രി തന്നെ അദാലത്തിന് വിധേയമാക്കി വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന കേസുകളിൽ ലക്ഷക്കണക്കായ മനുഷ്യരെ ആ കുടിക്കഴിച്ചുകൊണ്ട് ഭൂമിയുടെ അവകാശികളാക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് നടത്തിയ പരിശ്രമം അതിന്റെ ഏറ്റവും ശ്രദ്ധേയമായ അളവിൽ മുന്നോട്ട് പോയി എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കട്ടിളപ്പൂവം പാണ്ടിപ്പറമ്പ് റോഡ് BMDC നിലവാരത്തിൽ നവീകരണം പൂർത്തീകരിച്ചു. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. കട്ടിളപ്പൂവം പാണ്ടിപ്പറമ്പ് റോഡ് BMDC നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ പൂർത്തീകരണ ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വൻ കുതിച്ചുചാട്ടമാണ് കഴിഞ്ഞ 9 വർഷങ്ങളിൽ കേരളം നേരിട്ടതെന്ന് നിരവധി വികസന പ്രവർത്തനങ്ങളാണ് റോഡ് നവീകരണത്തിലുൾപ്പെടെ ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കിയതെന്ന് മന്ത്രി പറഞ്ഞു. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ അധ്യക്ഷത വഹിച്ചു. എല്ലാ പൊതുമരാമത്ത് റോഡുകളും BMDC ആയി മാറുന്ന ഗ്രാമപഞ്ചായത്തായി മാടക്കത്ര മാറുമെന്ന് മന്ത്രി K. രാജൻ പറഞ്ഞു. നബാർഡ് RIDF 14 പദ്ധതിയിൽ ഉൾപ്പെടുത്തി 11.97 കോടി രൂപ അനുവദിച്ചാണ് നവീകരണം നടത്തിയത്. ചിപ്പിംഗ് നിലവാരത്തിലുണ്ടായിരുന്ന കാർപ്പറ്റ് 7.365 കിലോമീറ്റർ നീളം 5.50 മീറ്റർ വീതിയിലാണ് BMDC നിലവാരത്തിലേക്ക് ഉയർത്തിയത്. 4825 മീറ്റർ കാന നിർമ്മാണവും 9 കല്ലുങ്കുകളും 839 മീറ്റർ ഇന്റർലോക്ക് ടൈലും ഇരുവശങ്ങളിലുമായി റോഡിന്റെ ബേം സംരക്ഷണവും പൂർത്തീകരിച്ചു. റോഡ് വീതി കൂട്ടുന്ന ഭാഗത്തും റോഡ് ഉയർത്തേണ്ട ഭാഗത്തും GSB, WM എന്നിവ ഉപയോഗിച്ച് ഉയർത്തിയാണ് BMDC പ്രതലം നിർമ്മിച്ചത്. റോഡ് സുരക്ഷാ ക്രമീകരണങ്ങൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയും നവീകരണത്തിന്റെ ഭാഗമായി പൂർത്തീകരിച്ചു. കട്ടിളപ്പൂവം സെന്ററിൽ നടന്ന ചടങ്ങിൽ പൊതുമരാമത്ത് വകുപ്പ് നിരത്തു വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ C. രാകേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. മാടക്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹൻ സ്വാഗതവും പൊതുമരാമത്ത് വകുപ്പ് നിരത്തുകൾ ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MR അനു നന്ദിയും പറഞ്ഞു. ഉല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, മാടക്കത്ര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, ജില്ലാ പഞ്ചായത്ത് അംഗം PS വിനയൻ, ഉല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PR സുരേഷ് ബാബു, മാടക്കത്ര ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാവിത്രി രാമചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജിൻസി ഷാജി, ജെയ്മി ജോർജ്, EV പുഷ്പൻ, PS സജീവ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സാജൻ പോൾ, VS സനൂപ്, മാർട്ടിൻ നാഥൻ, VS പ്രദീപ്, PK ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. നിശ്ചയിച്ച പരിപാടിയായിരുന്നു. എന്നാൽ അവിചാരിതമായി ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി തിരുവനന്തപുരത്ത് എത്തേണ്ടി വന്നു. ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഓൺലൈനായി പരിപാടിയുടെ ഭാഗമാകുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്യുക. ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ നവീകരിച്ച കുണ്ടുകാട് കട്ടിലപ്പൂവം പാണ്ടിപ്പറമ്പ് റോഡ് ഉദ്ഘാടനം ചെയ്തതായി സന്തോഷത്തോടെ അറിയിക്കുന്നു. നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 7.3 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് BMNBC നിലവാരത്തിൽ നവീകരിച്ചിരിക്കുകയാണ്. 12 കോടിയോളം രൂപ അനുവദിച്ചാണ് റോഡ് നവീകരണം സാധ്യമാക്കിയത്. നല്ല വീതിയുള്ള റോഡായി റോഡ് മാറിയിരിക്കുകയാണ്. BMNBC നിലവാരത്തിൽ പ്രവൃത്തി പൂർത്തീകരിച്ചതിനാൽ കൂടുതൽ കാലം ഈട് നിൽക്കുന്ന റോഡായി ഇത് മാറും. സാധാരണ ചിപ്പിംഗ് കാർപ്പറ്റ് റോഡ് നിർമ്മാണത്തെക്കാൾ ഒരു കിലോമീറ്ററിന് 50 ലക്ഷം രൂപ അധികം ചെലവ് BMNBC നിലവാരത്തിൽ റോഡുകൾക്ക് ഉണ്ടാകാറുണ്ട്. പക്ഷേ ദീർഘകാലം ഈട് നിൽക്കും, അതാണ് പ്രത്യേകത. കേരളത്തിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡുകളിൽ 50% റോഡുകൾ BMNBC ആക്കുക എന്നുള്ള ലക്ഷ്യം 5 വർഷം കൊണ്ട് യാഥാർത്ഥ്യമാക്കേണ്ട ലക്ഷ്യം 4 വർഷം കൊണ്ട് തന്നെ പൂർത്തീകരിക്കാനായി. ഇവിടെ ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി, നിങ്ങളുടെ പ്രിയപ്പെട്ട MLA ശ്രീ K. രാജൻ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച ജനപ്രതിനിധിയാണ്. ഈ നാടിൻ്റെ ആകെ പുരോഗതിക്ക് ഈ പ്രവൃത്തി ഗുണകരമായി മാറും. ഈ സർക്കാരിൻ്റെ കാലത്ത് നിരവധി പദ്ധതികൾ പൊതുമരാമത്ത് വകുപ്പ് ഈ നിയോജക മണ്ഡലത്തിൽ സാധ്യമാക്കുകയുണ്ടായി. അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വൻ കുതിച്ചുചാട്ടമാണ് കഴിഞ്ഞ 9 വർഷം. പട്ടിക്കാട് ബസാർ റോഡിൻ്റെ തുടർച്ചയായിട്ടുള്ള റോഡിന് കൂടി
BMBC ആയി പൂർത്തീകരിച്ചതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. അത് കഴിഞ്ഞിട്ട് വേണം കണിമംഗലത്തും ചെയ്യാനത്തുമുള്ള മറ്റ് 2 പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോകാൻ. പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ. പ്രിയപ്പെട്ട വിനയനും സണ്ണി ചെന്നിക്കരയും ഇന്ദിരേശിയും ഒക്കെ സാമാന്യം പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളോട് സൂചിപ്പിച്ചു. ഇവിടെ മാടക്കത്ര പഞ്ചായത്തിന് ഞാൻ എപ്പോഴും പറഞ്ഞു ചുരുമ്പിച്ചൊരു വാചകമാണത്. മാടക്കത്ര പഞ്ചായത്തിന് ഇനി BMBC ആക്കി മാറ്റാനുള്ള ഒരു PWD റോഡും ബാക്കിയില്ല. എല്ലാ PWD റോഡും BMBC ആക്കിയ ചരിത്രമുള്ള ജില്ലയിലെ 1ാമത്തെ പഞ്ചായത്തായി മാടക്കത്ര പഞ്ചായത്ത്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഇനി നമുക്ക് പ്രവൃത്തി പൂർത്തീകരിക്കാനുള്ള 2 റോഡുകളേ ഉള്ളൂ. അതിലൊന്ന് പൊങ്ങണങ്കാട് മുതൽ കരിമത്ര വരെയുള്ള റോഡാണ്. 62 കോടി രൂപ ചെലവഴിച്ച് അവസാന ഘട്ടമായി. നമുക്ക് പാണ്ടിപ്പറമ്പ് മുതൽ പൊങ്ങണങ്കാട് മുതൽ അങ്ങോട്ട് BMBC ആയി തുടങ്ങി, വരച്ചു തുടങ്ങി. നമുക്കിപ്പോൾ ഉദ്ഘാടനം ചെയ്യാനൊരു പ്രതിസന്ധി ഉണ്ടാകും. കാരണം ഒരാഴ്ചക്കകം എപ്പോഴും നമ്മുടെ നോട്ടിഫിക്കേഷൻ വരാം എന്നുള്ളത് കൊണ്ട് ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനത്തിന് നോട്ടിഫിക്കേഷൻ്റെ കാലം മാറ്റിവെക്കേണ്ടി വരുമെങ്കിലും BMBC ആയി ആ റോഡ് മാറുക. അതിൻ്റെ തുടർച്ചയാണ് പൊങ്ങണങ്കാട് നിന്ന് മുടിക്കോട്ടയ്ക്കുള്ള റോഡ്. ഞാനിപ്പോഴും ആലോചിക്കുകയാണ്, ഞങ്ങളെല്ലാവരും കൂടി അവറാച്ചേട്ടനും ഞാനും വിനയനും സണ്ണിയും നമ്മുടെ പ്രസാദും രാധാകൃഷ്ണേട്ടനൊക്കെ കൂടി ഒരു ചടങ്ങിലിരിക്കുമ്പോഴാണ് നമുക്കൊരു നല്ല ഗംഭീരമായിട്ടുള്ള റോഡ്, അങ്ങനെ ബീച്ചി വാളാരി കോറിഡോർ എന്ന് പേരിട്ടാൽ ഒരു സൗകര്യമായി എന്നൊക്കെ കൂടി ആലോചിച്ച് വളരെ ശ്രദ്ധയോടെ കേവലം 35 കോടി രൂപയെങ്കിലും ചിലവ് വരും, എങ്ങനെ ഇത് കിട്ടും എന്നൊക്കെ ചോദിച്ച് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് ഒരു പ്ലാൻ ഫണ്ടിൽ ഇത്ര കാശ് കിട്ടുമോ എന്നൊക്കെ ചോദിച്ച് തോമസ് ഐസക്കിൻ്റെ ശ്രദ്ധേയമായിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായി അതിനനുവദിച്ചു കിട്ടി. അത് പിന്നെ 62 കുടുംബശ്രീ അഗ്രി ന്യൂട്രി ഗാർഡൻ പദ്ധതിയുടെ 2025-26 സാമ്പത്തിക വർഷത്തെ ജില്ലാതല ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ നിർവഹിച്ചു. പദ്ധതിയുടെ പ്രത്യേകതകളെക്കുറിച്ച് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം സംസാരിച്ചു. കാർഷിക പ്രവർത്തനങ്ങളിലേക്ക് കുടുംബശ്രീ എത്തിയ സാഹചര്യത്തെക്കുറിച്ചും കാർഷിക സംസ്കാരത്തിനൊപ്പം അത് കൊണ്ടുവരുന്ന ഒരു ഭക്ഷ്യ സംസ്കാരത്തെക്കുറിച്ചും മന്ത്രി സൂചിപ്പിച്ചു. കേരളത്തിലെ മുഴുവൻ കുടുംബശ്രീ ADSകൾക്കും പ്രവർത്തന ഗ്രാന്റായി പ്രതിമാസം 1000 രൂപ നൽകുന്ന പദ്ധതി മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് ഉടമകളായ കുടുംബങ്ങളിലെ 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ പ്രതിമാസം 1000 രൂപ ലഭിക്കുന്ന പദ്ധതി, വാർഷിക വരുമാനം 1 ലക്ഷത്തിൽ താഴെയുള്ള നൈപുണ്യ പരിശീലനം നേടുന്ന യുവജനങ്ങൾക്ക് മാസം 1000 രൂപ നൽകുന്ന പദ്ധതി എന്നീ മന്ത്രിസഭാ തീരുമാനങ്ങളെ കുറിച്ച് മന്ത്രി വിശദീകരിച്ചു. അഗ്രി ന്യൂട്രി ഗാർഡൻ പദ്ധതിയുടെ പോസ്റ്റർ പ്രകാശനം മന്ത്രി നിർവഹിച്ചു. പദ്ധതിയുടെ ഭാഗമായ വിത്ത് വിതരണവും വിവിധ പദ്ധതികളുടെ ധനസഹായ വിതരണവും ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി നിർവഹിച്ചു. PG ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു തുടങ്ങിയവർ മുഖ്യാതിഥികളായി. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ K രാധാകൃഷ്ണൻ സ്വാഗതവും CDS ചെയർപേഴ്സൺ ഉഷ മോഹനൻ നന്ദിയും പറഞ്ഞു. വിഷവിമുക്തവും പോഷക സമൃദ്ധവുമായ പച്ചക്കറി, പഴവർഗ്ഗങ്ങളുടെ ലഭ്യത 10 ലക്ഷത്തോളം കുടുംബങ്ങളിൽ എത്തിക്കുന്നതിനും അതുവഴി ആരോഗ്യകരമായ സമൂഹത്തെ സൃഷ്ടിക്കുന്നതും ലക്ഷ്യമിട്ടുകൊണ്ട് കുടുംബശ്രീ ഫാം ലൈഫ് ലീഹുഡ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അഗ്രി ന്യൂട്രി ഗാർഡൻ. അതുപ്രകാരം ഓരോ വാർഡിൽ നിന്നും 50 കുടുംബശ്രീ കർഷകരെ തിരഞ്ഞെടുത്ത് പരിശീലനവും നടീൽ വസ്തുക്കളും നൽകി ഒരാൾ 3 സെന്റ് സ്ഥലത്ത് തികച്ചും ജൈവ രീതിയിൽ 5 തരം പച്ചക്കറി തൈകളും ഫലവൃക്ഷ തൈകളും കൃഷി ചെയ്യുന്നു. കഴിഞ്ഞ 3 ഘട്ടങ്ങളിലും ജില്ലയിൽ പദ്ധതി വിജയകരമായി നടപ്പിലാക്കിയിട്ടുണ്ട്. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അംഗം ബാബു തോമസ് അഗ്രി ന്യൂട്രി ഗാർഡൻ പദ്ധതി DPM ദീപ, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് CDS ചെയർപേഴ്സൺ സതി പുഷ്പാങ്കരൻ, പാണഞ്ചേരി CDS വൈസ് ചെയർപേഴ്സൺ മിനി ജോണി, PG ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപിക രേഖ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രൂപ്പുകളെ 50 കുടുംബങ്ങളെ കാർഷിക രംഗത്തേക്ക് ഇറങ്ങി തിരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ശ്രദ്ധേയമായിട്ടുള്ള ഒരു പരിപാടി. ഏറ്റവും ചുരുങ്ങിയത് 3 സെന്റ് സ്ഥലത്ത് 5 തരം പച്ചക്കറി തൈകളും ഫലവൃക്ഷങ്ങളും ശാസ്ത്രീയമായി ജൈവ രീതിയിൽ കൃഷി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അടുക്കളത്തോട്ടങ്ങളിലേക്ക് അതിവേഗം അമ്മമാരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നടത്തുന്ന സുത്യർഹമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് കുടുംബശ്രീ ഇപ്പോൾ നടത്തുന്ന അഗ്രി ന്യൂട്രി ഗാർഡൻ. നമ്മുടെ സമൂഹത്തിലെ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം
വിവിധങ്ങളായ തരത്തിലുള്ള രോഗങ്ങളാണ് എന്ന് നാം കരുതേണ്ടതുണ്ട്. എത്ര പണമുണ്ടാക്കിയാലും മനുഷ്യന് ഒരു രോഗം വന്ന് പിടികൂടപ്പെട്ടാൽ പിന്നെ രക്ഷപ്പെടാൻ ആ പണം കൊണ്ട് സാധ്യമാകില്ല എന്ന അനുഭവങ്ങൾ തെളിയിക്കുന്ന, ആർക്കും ഒരിക്കലും അത്തരത്തിലുള്ള രോഗങ്ങൾ വരരുത് എന്ന് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യേണ്ട ഒരു കാലം. ജീവിതശൈലി രോഗങ്ങൾ മുതൽ സമൂഹത്തിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള തലത്തിലുള്ള രോഗങ്ങൾ മലയാളി ആകെ പിടികൂടപ്പെടുന്ന അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അത്തരം അസുഖങ്ങൾക്ക് പല കാരണങ്ങളുണ്ടെങ്കിലും അതിൽ മുഖ്യമായിട്ടുള്ളൊരു കാരണം നമ്മുടെ ഭക്ഷ്യരീതിയിൽ നാം ഉപയോഗിക്കുന്ന ഭക്ഷ്യപദാർത്ഥങ്ങളുമാണെന്ന് ശാസ്ത്രീയമായി കണ്ടുപിടിക്കപ്പെട്ട ഒരു സമയം. ജൈവകൃഷിയിലേക്ക് തിരിയുക എന്ന് മാത്രമല്ല, പൂർണ്ണമായും ജൈവമല്ലെങ്കിൽ കൂടി സേഫ് ടു ഈറ്റ് എന്ന് പറയാവുന്ന സുരക്ഷിതമായി ഭക്ഷിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പച്ചക്കറികളിലേക്ക്, അതിൻ്റെ ഉൽപ്പാദനത്തിലേക്ക് എങ്ങനെ നമ്മുടെ നാട് പോകേണ്ടതുണ്ട് എന്ന് കാണേണ്ട ഒരു സ്ഥലം. പഞ്ചായത്തിനാണെങ്കിൽ 19 പച്ചക്കറി ക്ലസ്റ്ററുകളുള്ളൊരു പഞ്ചായത്താണ് ഈ പാണഞ്ചേരി പഞ്ചായത്ത്. അടുത്തതായി സംഘകൃഷി ഗ്രൂപ്പുകളുടെ സ്മാർട്ടായി കൂട്ടാല 157 നമ്പർ അങ്കണവാടിക്ക് പുതിയ കെട്ടിടം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ കെട്ടിടത്തിന്റെ തിളക്കത്തിൽ സ്മാർട്ടായി കൂട്ടാല 157 നമ്പർ അങ്കണവാടി. വാടക കെട്ടിടത്തിലെ സ്ഥല പരിമിതിയിൽ നിന്ന് അങ്കണവാടിയിലെ 16 കുരുന്നുകൾക്കും പ്രവർത്തകർക്കും മോചനമായി. ക്ലാസ് റൂമും അടുക്കള, സ്റ്റോർ റൂം, ശുചിമുറി സൗകര്യങ്ങളും ഉൾപ്പെടെ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ കെട്ടിടമാണ് കുരുന്നുകൾക്കായി ഒരുക്കിയിരിക്കുന്നത്. പ്രദേശവാസികൾ സൗജന്യമായി വിട്ടു നൽകിയ 4 സെന്റ് ഭൂമിയിലാണ് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ചെലവഴിച്ച് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. സ്മാർട്ടായ അങ്കണവാടി കെട്ടിടം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ നാടിന് സമർപ്പിച്ചു. വടക്കാഞ്ചേരി അമ്പഴച്ചാൽ വെള്ളച്ചാട്ടത്തിന് സമീപത്ത് നിന്ന് ചാരായം വാറ്റുന്നതിനുള്ള 300 ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളുമായി പ്രതി പിടിയിൽ. എക്സൈസ് റേഞ്ച് പാർട്ടിയും വാഴാനി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സംയുക്തമായി മേലില്ലം വനമേഖലകളിൽ നടത്തിയ പരിശോധനയിലാണ് വാഴാനി ഫോറസ്റ്റിൽ ഉൾപ്പെട്ട മച്ചാട് മലയിൽ നിന്നും ഉത്ഭവിക്കുന്ന അമ്പഴച്ചാൽ വെള്ളച്ചാലിന്റെ അരികിൽ ചാരായം വാറ്റുന്നതിനുള്ള 300 ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും ഉൾപ്പെടെ മണലിത്തറ മേലില്ലം മോളയിൽ വീട്ടിൽ ഐസക് മകൻ സക്കായി എന്ന് വിളിക്കുന്ന ഏലിയാസിനെയാണ് വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സി ജീൻ സൈമൺ പാർട്ടിയും ചേർന്ന് പിടികൂടിയത്. ചാരായം മാറ്റുന്നതിനുള്ള വലിയ ഗ്യാസ് സ്റ്റവ്, സിലിണ്ടർ കൂടാതെ വലിയ അലുമിനിയം കലങ്ങളും ഡ്രമ്മുകളും സഹിതമാണ് പ്രതിയെ ഉദ്യോഗസ്ഥർ പിടികൂടിയത്. വനത്തിനകത്ത് അതിക്രമിച്ചു കയറി വൻതോതിൽ വാഷ് സൂക്ഷിച്ച് ചാരായം വാറ്റുന്നതാണ് ഇയാളുടെ ശൈലി. വനത്തിനകത്ത് പരിശോധിച്ച് വളരെ ദുഷ്കരമായാണ് ഉദ്യോഗസ്ഥർ വാറ്റുകേന്ദ്രം കണ്ടുപിടിച്ച് നശിപ്പിച്ചത്. വനത്തിൽ ആനശല്യം ഉള്ളതിനാൽ വനമേഖലകളിലേക്ക് ആരും കടന്നുവരില്ലെന്ന വിശ്വാസത്തിലാണ് സക്കായി വനത്തിൽ വാഷ് സൂക്ഷിച്ചിരുന്നത്. കല്യാണ പാർട്ടികൾക്കും മറ്റും മുൻകൂട്ടി ഓർഡർ സ്വീകരിച്ച് ചാരായം വാറ്റി വിൽക്കുന്നതാണ് ഇയാളുടെ രീതി. വളരെ പണിപ്പെട്ടാണ് ഉദ്യോഗസ്ഥർ വനത്തിൽ നിന്നും പ്രതിയെയും വാഷും വാറ്റുപകരണങ്ങളും താഴെയിറക്കിയത്. മുൻപും ചാരായമടക്കം പ്രതി സക്കായി വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ചിന്റെ പിടിയിൽപ്പെട്ട് ജയിലിൽ തടവിൽ കഴിഞ്ഞിട്ടുള്ളതാണ്. ഓഫീസ് നടപടികൾക്ക് ശേഷം മജിസ്ട്രേറ്റ് മുൻപാകെ ഹാജരാക്കുന്നതാണ്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ PP കൃഷ്ണകുമാർ, KV ഷാജി, സിവിൽ എക്സൈസ് ഓഫീസർമാരായ NV അജീഷ് കുമാർ, EP സനീഷ്, അനിൽ C ബാലകൃഷ്ണൻ തുടങ്ങിയവരും വാഴാനി ഫോറസ്റ്റ് ഓഫീസിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ K സന്ദീപ്, TV വിനീഷ് തുടങ്ങിയവരും റെയ്ഡിൽ പങ്കെടുത്തു. തുടർന്നും ഇത്തരം വനമേഖലകളിൽ ശക്തമായ പെട്രോളിംഗും നിരീക്ഷണങ്ങളും നടത്തുന്നതാണെന്നും വ്യാജങ്ങൾ കണ്ടെത്തിയാൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും എക്സൈസ് ഇൻസ്പെക്ടർ സി ജീൻ സൈമൺ അറിയിച്ചു. പൊതുജനങ്ങൾക്ക് 9400069605 അല്ലെങ്കിൽ 0488423105 എന്ന നമ്പറുകളിൽ പരാതികൾ അറിയിക്കാമെന്നും എക്സൈസ് ഇൻസ്പെക്ടർ അറിയിച്ചു. ഇന്നലെ നടന്നിട്ടുള്ള പിടിച്ചത് ചെയ്യാൻ കാലങ്ങളായിട്ട് മുൻപും ഇയാൾക്കെതിരെ അബ്കാരി കേസുകളിൽ പ്രതിയാണ് ഇയാൾ. ചാരായ കേസ് ഉൾപ്പെടെ ഈ വർഷം തന്നെ ആദ്യത്തെ ഒരു കേസ് 18 ചാരായിട്ട് ഈ സക്കായി എന്ന് വിളിക്കുന്ന ഏലിയാസിനെ നമ്മൾ വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് പാർട്ടി പിടിച്ചിട്ടുണ്ട്. ഇയാൾ ഓർഡറുകൾ സ്വീകരിച്ച് കാട്ടിൽ കയറി വാഷ് സൂക്ഷിച്ച് വാറ്റി ചാരായം ആവശ്യക്കാർക്ക് കൊടുക്കുന്നതാണ് ഇയാളുടെ രീതി. ആ കാട്ടിൽ മേലിൽ എന്ന് പറഞ്ഞ ഫോറസ്റ്റാണ്. ആ ഫോറസ്റ്റിന് ഒരു 1/2 കിലോമീറ്ററോളം ഉള്ളിലേക്ക് ഉൾവനത്തിൽ പ്രവേശിച്ചിട്ടാണ് ഇയാൾ വാറ്റുന്നത്. ഏകദേശം 300 ലിറ്റർ വാഷ്
നമുക്ക് തത്സമയം കണ്ടെത്താൻ സാധിച്ചു. ഒരു സിലിണ്ടർ, ഗ്യാസ് സ്റ്റൗ, വലിയ സന്നാഹത്തോടു കൂടിയിട്ടാണ് അവർ കയറുന്നത്. ഒരു ദിവസം രാത്രി കാട്ടിൽ തങ്ങി വാറ്റുന്നതിനുള്ള സജ്ജീകരണങ്ങളായിട്ടാണ് അവർ കാട്ടിൽ പോകുന്നത്. വളരെ ദുഷ്കരമായിട്ടാണ് നമ്മൾ ആ വാഷ് കാട്ടിൽ നിന്ന് ഇറക്കി പ്രതിയെ ഓഫീസിൽ ഹാജരാക്കിയത്. രാത്രി സമയങ്ങളിൽ ആന ഇറങ്ങുന്നൊരു ശല്യം കൂടി അവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ നിയമ നടപടികൾ സ്വീകരിച്ച് കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്യുന്നതാണ്. അന്വേഷണ സംഘത്തിൽ ആരൊക്കെയാണ് സാർ ഉണ്ടായിരുന്നത്? അന്വേഷണ സംഘത്തിൽ എ ഗ്രേഡ് PP കൃഷ്ണകുമാർ, എ ഗ്രേഡ് KV ഷാജി, CO സനീഷ്, CO അജീഷ്, CO അനിൽ, പിന്നെ ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥരാണ് ഉണ്ടായിരുന്നത്. നിലവിൽ മേഖലയിൽ ഇത്തരം സംഭവങ്ങൾ കൂടി വരുന്നുണ്ടോ അതോ ആദ്യത്തെ സംഭവമായിരുന്നു? വനമേഖല കേന്ദ്രീകരിച്ച് വാറ്റുന്ന വളരെ കുറച്ച് പേരുള്ളൂ. അതിവിദഗ്ധമായിട്ട് വനത്തിൽ കയറി വാറ്റുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരത് തുടർന്നും എക്സൈസും ഫോറസ്റ്റും മേഖലകളിൽ പരിശോധന നടത്തി തുടർന്നുള്ള ദിവസങ്ങളിലും കേസുകൾ കണ്ടുപിടിക്കുന്നതാണ്. സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ താമര വെള്ളച്ചാൽ പ്രദേശത്തൊരുക്കിയ ആരണ്യകം ശിശുക്ഷേമം ട്രൈബൽ ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ നിർവഹിച്ചു. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് GL അരുൺ ഗോപി മുഖ്യാതിഥിയായി. സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ട്രൈബൽ ഉന്നതിയിൽ ഒരു ഗ്രന്ഥശാല സ്ഥാപിക്കണമെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് തൃശൂർ ജില്ലയിൽ പാണഞ്ചേരി പഞ്ചായത്തിലെ 14ാം വാർഡിൽപ്പെട്ട താമര വെള്ളച്ചാലിൽ ആരണ്യകം ശിശുക്ഷേമം ട്രൈബൽ ഗ്രന്ഥശാല നിർമ്മിച്ചത്. ഗ്രന്ഥശാലയിൽ നടന്ന ചടങ്ങിൽ ഗ്രന്ഥശാല പ്രസിഡന്റും പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അംഗം അജിത മോഹൻദാസ് സ്വാഗതവും ഗ്രന്ഥശാല സെക്രട്ടറി IG രാജേഷ് നന്ദിയും പറഞ്ഞു. സംസ്ഥാന ശിശുക്ഷേമ സമിതി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം MK പശുപതി മാസ്റ്റർ, ഊരുമുപ്പൻ TC വാസു, ജില്ലാ ശിശുക്ഷേമ സമിതി സെക്രട്ടറി PK വിജയൻ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P ഭാനുമതി, വിലങ്ങനൂർ കൈരളി വായനശാല സെക്രട്ടറി റോബിൻ, വെള്ളക്കാരിത്തറ വായനശാല സെക്രട്ടറി സുജാത തുടങ്ങിയവർ പങ്കെടുത്തു. അജിത മോഹൻദാസ്, രേഷ്മ, ഏറ്റവും ബഹുമാനായിട്ടുള്ള കുഞ്ഞുണ്ണി മാഷ് പറയാറുണ്ട്, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. കുഞ്ഞുണ്ണി മാഷ് തന്നെ പറഞ്ഞതാണ്, അക്ഷരമേ നിന്നെ എനിക്ക് ഇക്ഷ പിടിച്ചു നിന്നിൽ അരമുള്ളതിനാൽ. നമ്മുടെ പുതിയ തലമുറ വായനാനുഭവങ്ങളുടെ ഒരു പുതിയ ലോകത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയിൽ അവരെ പ്രേരിപ്പിക്കുന്നതും അവർക്ക് കാവലാളാകുന്നതും അക്ഷരങ്ങളാണെന്ന യാഥാർത്ഥ്യം അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. നമ്മളിപ്പോൾ മറ്റൊരു ലോകത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ പുതിയ തലമുറയും. AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലോകത്തെ ഭരിക്കുകയാണെന്ന തെറ്റിദ്ധാരണയോടെ AI വ്യാപൃതമായിട്ടുള്ളൊരു ലോകത്തിലേക്ക് പതുക്കെ നമ്മുടെ തലമുറ കടക്കുകയാണ്. ചിലപ്പോൾ സെൻട്രൽ സർവീസിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, ഞാൻ ആളുടെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുള്ളത് കൊണ്ട് ഞാൻ ആ പേര് പറയുന്നില്ല, ഒരു സെൻട്രൽ സർവീസിലുള്ളൊരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം പറഞ്ഞു, ഭരണത്തിൽ പ്രയാസകരമായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവിൽ പ്രയാസകരമായിട്ടുള്ളൊരു ടെൻഷൻ ഉണ്ടായാൽ പലപ്പോഴും ഞാൻ ChatGPT ആശ്രയിക്കും. എന്തൊരു വിഡ്ഢിത്തരമായിരിക്കും അത് എന്നാണ് സത്യത്തിൽ എനിക്കപ്പോൾ മനസ്സിലാലോചിച്ചത്. ChatGPTക്ക് ഒരു സർഗാത്മകതയും നമ്മുടെ മുമ്പിൽ വെക്കാനില്ല. AIക്കും ഒരു സർഗാത്മകതയും നമ്മുടെ മുമ്പിൽ വെക്കാനില്ല. AIക്കോ വിവരസാങ്കേതിക വിദ്യയ്ക്കോ നേരത്തെ നമ്മുടെ സമൂഹം കൊടുത്ത ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങളെ ആവശ്യപ്പെടുന്ന സമയത്ത് റീകളക്ട് ചെയ്യുകയല്ലാതെ ഒരു തരത്തിലുമുള്ള സർഗാത്മകത സമ്മേളിക്കാൻ പറ്റാത്ത ഒന്നാണ് AI എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടത് ഏറ്റവും പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ ലൈഫ് ഗുണഭോക്താക്കളുടെ ലൈഫ് സംഗമം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ സെന്റ് തോമസ് പള്ളി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഭൂമിയും വീടും ഇല്ലാതെ ദുരിതമനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് സഹായമൊരുക്കുവാൻ സർക്കാരിന് കഴിഞ്ഞെന്നും ഇതിനായി കോടിക്കണക്കിന് രൂപയാണ് ചെലവാക്കിയതെന്നും ഇനിയും ഇത്തരത്തിൽ വീടും സ്ഥലവും ഇല്ലാത്ത അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് സ്വന്തമായൊരു വീടെന്ന സ്വപ്നം സാധ്യമാക്കുവാൻ സർക്കാർ ഇനിയും ജനങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി കെ രാജൻ പറഞ്ഞു.
ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി മുഖ്യാതിഥിയായ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിനി പ്രദീപ് കുമാർ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ നളിനി വിശ്വംഭരൻ, ലിബി വർഗീസ്, പഞ്ചായത്ത് അംഗങ്ങളായ PB സുരേന്ദ്രൻ, ധന്യ ബിജു, ജോസഫ് പടമാടൻ, മിനി റെജി, ബിന്ദു സേതുമാധവൻ, പഞ്ചായത്ത് സെക്രട്ടറി സജിത, VEO സിബി തുടങ്ങിയവർ സംസാരിച്ചു. പുത്തൂർ പഞ്ചായത്ത് പരിധിയിൽ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം 505 കുടുംബങ്ങൾക്കാണ് വീട് ലഭിച്ചത്. വീടില്ലാത്ത ലക്ഷക്കണക്കായിട്ടുള്ള മനുഷ്യർ കേരളത്തിൽ അവരുടെ ഭൂമിയുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയ ഒരു കാലം ലൈഫ് എന്ന പദ്ധതിയിലൂടെ കേരളത്തിൽ വിതരണം ചെയ്തത് 4,54,000 വീടുകളാണ്. ഇതിനകം വീടുകൾക്ക് അപേക്ഷ കൊടുത്ത് എഗ്രിമെന്റ് വെച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള പണം കിട്ടാത്ത ഒറ്റ പ്രശ്നം കൊണ്ട് ദുരിതമനുഭവിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് പലതവണ പരിശ്രമിച്ചിട്ടും ആ വീടിന് പണം ലഭ്യമാകാത്ത സാഹചര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂടി കൂട്ടി നിർത്തിക്കൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് 2 സാമ്പത്തിക വർഷങ്ങളിലായി 1,500 കോടി രൂപ കടം എടുത്തുകൊണ്ട് ഈ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് 5,4 ലക്ഷം കുടുംബങ്ങൾക്ക് വീടാകണം എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മനുഷ്യന്റെ വീടിന്റെ പ്രശ്നം, ഭൂമിയുടെ പ്രശ്നം എന്ന് പരിഹരിക്കപ്പെടും. സുവോളജിക്കൽ പാർക്കിന്റെ പണിയെന്ന് പൂർത്തീകരിക്കുമെന്ന് ചോദിക്കുന്നത് പോലെയാണ്. അത് ലോകമുള്ളിടത്തോളം കാലം അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ സംവിധാനങ്ങളുമായി എന്ന് പറയും പോലെ മനുഷ്യൻ പെറ്റുപെരുകുന്നിടത്തോളം പുതിയ ഭൂമിയില്ലാത്തവർ വരും, അവർക്ക് വീടില്ലാത്ത പ്രശ്നം വരും. അതിങ്ങനെ ലോകമുള്ളിടത്തോളം കാലം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. നിലവിൽ ഭൂമിയില്ലാത്തവരെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് അവരെ കണ്ടെത്തിക്കൊണ്ട് അവരുടെ ഭൂമിയുടെ പ്രശ്നം പരിഹരിക്കുക എന്ന പ്രധാനമായിട്ടുള്ള ചടങ്ങിലേക്കാണല്ലോ ഇപ്പോൾ നമ്മൾ അതിന്റെ ഭാഗമായിട്ടാണ് ലൈഫ് എന്ന പദ്ധതി ഒരു മിഷൻ പ്രവർത്തനം പോലെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലം മുതൽ ആരംഭിക്കുന്നത്. നാളത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്, അറിയുമെന്ന് എനിക്ക് അറിയില്ല. സാധാരണ എന്റെ പിറന്നാൾ എന്താണെന്ന് ചോദിച്ചാൽ അറിയാത്ത ഒരാളാണ്. എന്റെ പിറന്നാൾ എന്താണെന്ന് എനിക്ക് ചോദിച്ചാൽ എനിക്കറിയില്ല. സാധാരണ വീട്ടിലെ അമ്മ ഓർത്തു വെച്ചാൽ അന്നത്തെ ദിവസം പിറന്നാളാണെന്ന് എനിക്ക് മനസ്സിലാകും. ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിൽ ബാലകേട്ടന്റെ അമ്മ ജാനകി ടീച്ചർ ഇട്ടതാണ് പണ്ട്. അത് സ്കൂളിൽ ചേർക്കാൻ വേണ്ടി മുമ്പൊരു ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടും. ആ ഡേറ്റ് ഓഫ് ബർത്തിനെ ഫേസ്ബുക്കിൽ രാവിലെ പറഞ്ഞിരിക്കും. ആ ഡേറ്റ് ഓഫ് ബർത്ത് ആയാലും ഇന്ന് പിറന്നാളാണ്, അത് പറയാനുള്ള മെസ്സേജ് വയ്ക്കും. പക്ഷെ നമുക്ക് എല്ലാവർക്കും മറക്കാൻ പാടില്ലാത്തൊരു പിറന്നാളുണ്ട്. അത് കേരളത്തിന്റെ പ്രവചനമാണ്. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 41ാം രക്തസാക്ഷിത്വ വാർഷിക ദിനത്തോടനുബന്ധിച്ച് കരിമത്ര 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മഹാത്മാ സംഗമം ഓഫീസിൽ ഇന്ദിരാഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചനയും ഇന്ദിരാഗാന്ധി അനുസ്മരണവും നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് മാടവന അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ സന്തോഷ് എറക്കാട്, ജെയിംസ് കുണ്ടുകുളം, AI ബഷീർ, CP ഔസേബ്, KC സെബാസ്റ്റ്യൻ, CO അലോഷ്യസ് തുടങ്ങിയവർ സംസാരിച്ചു. PJ ഷാരോൺ, AB ആഷിഖ്, ദീപ സന്തോഷ്, AB സഞ്ജയ്, PT വർഗീസ്, PV ലോനപ്പൻ, KK ലക്ഷ്മണൻ, KS സാബു തുടങ്ങിയവർ അനുസ്മരണത്തിലും പുഷ്പാർച്ചനയിലും പങ്കെടുത്തു. ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ചിട്ട് ലോകം മുഴുവൻ, രാജ്യത്തെ മുഴുവൻ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലും വിപുലമായിട്ടുള്ള അനുസ്മരണ പരിപാടികളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതുപോലെ പുഷ്പാർച്ചന ഉൾപ്പെടെയുള്ള പരിപാടികളാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഈ അനുസ്മരണ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ വിനോദ് മാടവന, ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സന്തോഷ് എറക്കാട്ട്, ശ്രീ CP ഔസേപ്പ്, AI ബഷീർ, ജെയിംസ് കുണ്ടുകുളം, സഞ്ജയ്, വർക്കേട്ടൻ, അലോഷ്യസ് തുടങ്ങി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ലോനപ്പേട്ടൻ ഉൾപ്പെടെയുള്ള കുട്ടേട്ടൻ ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം 1984 ഒക്ടോബർ 31-ാം തീയതി സ്വന്തം അംഗരക്ഷകരാൽ വെടിയേറ്റ് പിടഞ്ഞു മരിച്ച ഇന്ദിരാഗാന്ധിയുടെ ആ മരണവാർത്ത ലോകമറിയുമ്പോൾ, രാജ്യമറിയുമ്പോൾ ഉണ്ടായ വിങ്ങലും പൊട്ടലുമെല്ലാം നമുക്കറിയാവുന്നതാണ്. രാജ്യത്തെ സമ്പദ്ഘടനയുടെ മാറ്റിമറിച്ച ഇന്ത്യയിലെ ഉരുക്കുവനിതയായ നേതാവായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി. ആ ഇന്ദിരാഗാന്ധിയുടെ സ്മരണകൾക്ക് മുമ്പിൽ പുഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ജയ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്.
9 മാസമായി സമരം ചെയ്യുന്ന ആശാ വർക്കർമാരെ അവഹേളിക്കുകയാണെന്നും ദിവസം 33 രൂപ അധികം നൽകാമെന്ന പ്രഖ്യാപനം മുടിമുറിച്ചും ശയന പ്രദക്ഷിണം നടത്തിയും സമരം നടത്തിയ ആശാമാരെ ആക്ഷേപിക്കലാണെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ MP പറഞ്ഞു. ആശാമാരുടെ വേതനം 228 നിന്ന് 259 എന്നു മാത്രം. സർക്കാരിന്റെ മിനിമം വേതനമെങ്കിലും ആശാമാർക്ക് നൽകണം. 10,000 കോടിയുടെ ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ടും ആശാമാരെ സർക്കാർ നിരാശരാക്കി. ആശാമാരുടെ വേതനം ഉയർത്തുവാൻ പണമില്ലെന്നും PM ശ്രീയില്ലാതെ സ്കൂളുകൾക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും വിലപിച്ച സർക്കാരിനെ ഇപ്പോൾ 10,000 കോടി രൂപയുടെ ആനുകൂല്യം പ്രഖ്യാപിക്കുവാൻ ഇപ്പോൾ പണം എവിടെ നിന്ന് വന്നു? PM ശ്രീയിൽ നിന്ന് പിന്നോട്ടു പോയതിലുള്ള ജാള്യത മറയ്ക്കാനുള്ള തന്ത്രമാണ് ഈ പ്രഖ്യാപനം. നിർമ്മാണ തൊഴിലാളികൾക്ക് 18 മാസമായി പെൻഷൻ നൽകുന്നില്ല. അത് ആദ്യം കൊടുക്കട്ടെ. സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കുവാനുള്ള DA കുടിശ്ശിക 17%. 50,000 കോടി രൂപ പെൻഷൻകാർക്കും സർക്കാർ ജീവനക്കാർക്കും കൊടുക്കുവാനുണ്ട്. ഈ പ്രഖ്യാപനം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജയിക്കുവാനുള്ള കൺകെട്ട് വിദ്യയാണ് അവർ പറഞ്ഞു. മഹിളാ കോൺഗ്രസിന്റെ ഞങ്ങൾ തയ്യാർ പരിപാടി DCC ഓഫീസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ്. പണമില്ലാത്തതുകൊണ്ട് സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല. പാവപ്പെട്ട കുട്ടികളുടെ ശ്രവണ സഹായി മാറ്റുവാനും പണം നൽകുന്നില്ല. ലംസ് ഗ്രാന്റ് പോലും കൃത്യമായി നൽകുന്നില്ല. GST പരിഷ്കരണം മൂലം 10,000 കോടി നഷ്ടമാകുമെന്നായിരുന്നു ധനമന്ത്രിയുടെ വാദം. ഇപ്പോൾ 10,000 കോടി ബജറ്റിന് പുറത്ത് കണ്ടെത്തണം. ഇത് എങ്ങനെ പൊരുത്തപ്പെടുമെന്ന് ധനമന്ത്രി വിശദീകരിക്കണം. കടമെടുപ്പ് പരിധി ഉയർത്തണമെന്ന നിരന്തര ആവശ്യത്തിൽ നിന്ന് ധനമന്ത്രി പിന്നോട്ടു പോയോ? ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ പാവങ്ങളെ പറ്റിക്കലാണ്. ഇതെന്ത് സർക്കാർ എന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ്. പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് T. നിർമ്മല അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ്, സംസ്ഥാന സെക്രട്ടറിമാരായ പുണ്യകുമാരി, ഉഷ സദാനന്ദൻ, സ്വപ്ന രാമചന്ദ്രൻ, രാജലക്ഷ്മി കുറുമാത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേള. SRK Gold and Diamonds, Kalathod, Thrissur, making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്.
റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. പുട്ട് കഴിക്കണം. എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നുന്നു. എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട്. പുട്ടാ? ഈ നേരത്താ? വഴിയുണ്ടാക്കാം. യൂണിക് കിച്ചൻ പുട്ടുപൊടി, ശുദ്ധമായ ഭക്ഷണം. ഇത് ഞങ്ങളുടെ പ്രോമിസ്. വീണ്ടും വാർത്തയിലേക്ക്. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 41ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി പുത്തൂർ മണ്ഡലം 172 ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി. വെട്ടുകാട് സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ബൂത്ത് പ്രസിഡന്റ് ബേബി തെക്കുപുറം അധ്യക്ഷത വഹിച്ചു. ഒല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡേവിസ് കണ്ണുകാടൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കാവ്യ രഞ്ജിത്ത്, കോൺഗ്രസ് നേതാക്കളായ KT അബ്രഹാം, വില്യംസ് വൈക്കത്താടൻ, മാത്യു കണ്ണുകാടൻ, ജേക്കബ് പാലമറ്റം, ജോർജ് ആലുക്ക, സുരേഷ് കള്ളാട്ടത്തിൽ, രാജൻ വെട്ടിയാട്ടിൽ, ശ്രീധരൻ തോപ്പിൽ, റോബി പോഴാലിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. മൺപാത്ര നിർമ്മാണ തൊഴിലാളിയായ വയോധികയുടെ മനസ്സിന് സ്വർണത്തേക്കാൾ തിളക്കം. ചിന്നമ്മുവിന്റെ സത്യസന്ധതയിൽ അധ്യാപികയ്ക്ക് കളഞ്ഞുപോയ 2.5 പവൻ സ്വർണ്ണാഭരണം തിരികെ ലഭിച്ചു. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇന്ന് സ്വർണ്ണാഭരണം ഉടമയ്ക്ക് കൈമാറി. മൺപാത്രം നിർമ്മിച്ച വിൽപ്പന നടത്തുന്ന മങ്ങാട് സ്വദേശിനിയായ ചിന്നമ്മു കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ മൺപാത്രം വിൽപ്പനയ്ക്കായി തൃശൂരിലേക്ക് പോകാനായി സ്വകാര്യ ബസ്സിൽ കയറിയതായിരുന്നു. യാത്രക്കിടയിൽ വെച്ചാണ് ബസ്സിൽ നിന്നും 2.5 പവനോളം തൂക്കം വരുന്ന മാല കളഞ്ഞുകിട്ടിയത്. ചിന്നമ്മു വിവരം തന്റെ മക്കളായ സന്തോഷിനെയും സുരേഷിനെയും വിളിച്ചറിയിക്കുകയും മാലയുടെ ഉടമയെ കണ്ടെത്തുവാൻ ശ്രമം നടത്തുകയും വിവരം വടക്കാഞ്ചേരി പോലീസിൽ അറിയിക്കുകയും ചെയ്തു. എരുമപ്പെട്ടി ഹൈസ്കൂളിൽ നിന്നും ഹെഡ്മാസ്റ്ററായി വിരമിച്ച ചുങ്കം സ്വദേശിനി മുല്ലക്കൽ വീട്ടിൽ പ്രേംസിയുടെ മാലയാണ് നഷ്ടപ്പെട്ടത്. രാത്രി ആഭരണം അഴിച്ചുവെക്കാനായി തിരഞ്ഞപ്പോഴാണ് മാല നഷ്ടപ്പെട്ട വിവരം മനസ്സിലായത്. തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചു. ഇന്ന് രാവിലെ 10:30 പോലീസിന്റെ സാന്നിധ്യത്തിൽ ഉടമയ്ക്ക് ചിന്നമ്മു മക്കളോടൊപ്പം എത്തി മാല കൈമാറി. ചിന്നമ്മുവിനെ കെട്ടിപ്പിടിച്ച് അധ്യാപികയായ പ്രേംസി തന്റെ സന്തോഷം പങ്കുവച്ചു. വടക്കാഞ്ചേരി SI ഹരിഹര സോനുവും മറ്റു ഉദ്യോഗസ്ഥരും സംഭവത്തിന് സാക്ഷ്യം വഹിച്ചു. സ്വർണത്തിനും പണത്തിനും മറ്റുമായി സ്വന്തം ബന്ധുക്കളുമായി വരെ തമ്മിലടിക്കുന്ന ഈ കാലഘട്ടത്തിൽ ചിന്നമ്മുവിന്റെ സത്യസന്ധത സ്വർണത്തേക്കാൾ തിളക്കമുള്ളതായി മാറി. മനസ്സിൽ വിചാരിച്ചു ഡ്രൈവറോടും കണ്ടക്ടറോടും പറയില്ല, മോനോട് പറയും. മോനോട് വിളിച്ച് പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ട മോനെ, അത് കണ്ടക്ടറോട് പറയണമെങ്കിൽ പറഞ്ഞു. എനിക്കത് എടുക്കാൻ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. എനിക്കങ്ങനെ വേണ്ടേന്. അങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കി മക്കളെ വളർച്ചത്. അപ്പോൾ എനിക്ക് വേണ്ട അങ്ങനെ സംഭവം. എങ്ങനെ എവിടെ വെച്ചാൽ നഷ്ടപ്പെട്ടത്? ബസ്സിലായിരുന്നു. എന്നായിരുന്നു സംഭവം? ഇന്നലെ രാവിലെ 9:30 ബസ്സിൽ ഞാൻ തൃശ്ശൂർക്ക് പോവുകയായിരുന്നു. ബസ്സിൽ വെച്ചിട്ടാണ് നഷ്ടപ്പെട്ടതെന്നൊന്നും അറിഞ്ഞില്ലായിരുന്നു. രാത്രി 8 മണിക്കാണ് മാല നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. രാത്രി ഊരി വയ്ക്കാൻ നേരത്തെ കാണുന്നില്ല. വ്യത്യാസം തന്നെ ഇവിടെ വന്ന് ആ ബസ്സിൽ തന്നെ കയറി അന്വേഷിച്ചപ്പോൾ കിട്ടി. അറിവില്ല എന്ന് പറഞ്ഞു. ഇവിടെ കംപ്ലൈൻറ്റ് എടുത്തിട്ടാണ് ഞാൻ തൃശ്ശൂർ വീണ്ടും പോയി. മീറ്റിംഗ് നടന്ന വ്യാപാരങ്ങളിലൊക്കെ പോയി അന്വേഷിച്ചു. അങ്ങനെ വീണ്ടും ഇവിടെ എത്തിയപ്പോഴാണ് ഒരു സൂചന കിട്ടിയത്. എന്തായാലും എനിക്ക് ഭയങ്കര ദൈവത്തിനും അമ്മയ്ക്കും 1000 നന്ദി. പോലീസിംഗിൽ പോലീസ് ഉദ്യോഗസ്ഥർ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, പരിഹാര മാർഗങ്ങൾ എന്ന വിഷയത്തിൽ തൃശൂർ റൂറൽ ജില്ലാതല നമുക്ക് പറയാം ശില്പശാല നടന്നു.
കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ തൃശൂർ റൂറൽ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നമുക്ക് പറയാമെന്ന സംവാദ പരിപാടിയുടെ ജില്ലാതല ശില്പശാല ഒക്ടോബർ 28-ന് ഇരിഞ്ഞാലക്കുട MCP ഹാളിൽ നടന്നു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPS ശില്പശാല ഉദ്ഘാടനം ചെയ്തു. KPOA തൃശൂർ റൂറൽ ജില്ലാ പ്രസിഡന്റ് KP രാജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ ട്രഷറർ ബിജു MC സ്വാഗതം പറഞ്ഞു. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി CR ബിജു സംസ്ഥാന കമ്മിറ്റിയുടെ കാഴ്ചപ്പാട് അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി സിൽജോ VU ജില്ലാ കമ്മിറ്റിയുടെ കാഴ്ചപ്പാടും അവതരിപ്പിച്ചു. KPOA സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ KM മാർട്ടിൻ, ബിനു ഡേവിസ്, കേരള പോലീസ് അസോസിയേഷൻ തൃശൂർ റൂറൽ ജില്ലാ സെക്രട്ടറി വിജോഷ് ML, പ്രസിഡന്റ് പ്രതീഷ് CK തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഇലക്ഷൻ പ്രചരണത്തിന് പനങ്ങാട്ടുകരയിൽ തുടക്കം കുറിച്ച് കോൺഗ്രസ്. ഉടൻ നടക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ മുന്നോടിയായി തെക്കുംകര പഞ്ചായത്തിലെ പനങ്ങാട്ടുകര 16-ാം വാർഡിൽ കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദ്രുതഗതിയിലാണ് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത്. മുക്കിലും മൂലയിലും കൈപ്പത്തി ഒട്ടിച്ചും 11ഓളം മതിലുകളിൽ ചുവരെഴുത്തും കഴിഞ്ഞ് സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായുള്ള പ്രവർത്തനങ്ങളുമായി വാർഡ് കോൺഗ്രസ് കമ്മിറ്റി മുന്നോട്ടു പോകുകയാണെന്നും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട വാർഡ് തിരിച്ചുപിടിച്ച് പഞ്ചായത്ത് ഭരണവും തങ്ങളുടെ പക്ഷത്താക്കുമെന്നും വാർഡിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് K. ചന്ദ്രശേഖരൻ, വാർഡ് കമ്മിറ്റി ഭാരവാഹികളായ വിജോയ് കുറ്റിക്കാടൻ, VR ശ്രീകാന്ത്, ഹസാൻ ഷെയ്ഖ് തുടങ്ങിയവർ പറഞ്ഞു. പഞ്ചായത്തിന് മുന്നോടിയായി 16-ാം വാർഡ് പനങ്ങാട്ടുകരയിൽ തെക്കുംകര പഞ്ചായത്തിൽ ആദ്യമായി തന്നെ നമ്മൾ ചെമരെഴുത്ത് തുടങ്ങിയിരിക്കുകയാണ്. ഇനി സ്ഥാനാർത്ഥിനെ മാത്രം ഞങ്ങൾക്ക് നിർണയിച്ചാൽ മതി. ബാക്കി എല്ലാ വിധത്തിലുള്ള ആദ്യഘട്ട പ്രവർത്തനങ്ങളെല്ലാം വാർഡ് കമ്മിറ്റി വിപുലമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല പനങ്ങാട്ടുകരയിലടക്കം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ വിജയിക്കുകയും ഈ പഞ്ചായത്ത് ഭരണം UDF തിരിച്ചുപിടിക്കുകയും ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുക. മണ്ണുത്തി CMS LP സ്കൂൾ ഫുഡ്സ് ഡേ ആഘോഷങ്ങൾ നടന്നു. പ്രധാന അധ്യാപിക അരുണ ഫ്രാൻസിസ്, തൃഷ KU, ഷിൻസി വിനോദ്, ആർഷ PJ, ശാലിനി രാജ്, മനീഷ അൻസാർ, ശ്രുതി NK, ഐശ്വര്യ J. പ്രകാശ് എന്നീ ടീച്ചർമാരും സംസാരിച്ചു. അതുപോലെ എനിക്ക് വീട് കിട്ടിയ ഒരു അവസരമാണത്. മരത്തമ്മ നല്ലൊരു ഫ്രൂട്ട് വീണു, ആ ഫ്രൂട്ടിന്റെ ടീച്ചർ എനിക്ക് അവസരമായിട്ട് തന്നു, ഞാൻ ആ അവസരങ്ങൾ ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ നമ്മള് കുട്ടികളും പ്രകൃതിയുമായിട്ടുള്ള ഒരു ബന്ധമുണ്ടല്ലോ, ഈ ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഓരോ ഡേയ്സ് ഒക്കെ വെക്കുന്നത്. ഓക്കെ, നമ്മള് കാലത്തേക്ക് നേന്ത്രപ്പഴം കഴിക്കുന്നുണ്ട്, ചിലർ ആത്മ കഴിക്കുന്നുണ്ട്, ചിലർ മുന്തിരി കഴിക്കുന്നുണ്ട്, അല്ലേ? ശരിയല്ലേ? അതെ, എല്ലാ കുട്ടികളും കഴിക്കുന്നുണ്ടായിരിക്കില്ല. അതും ശരിയല്ലേ? അതും ശരിയാണ്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ പ്രകൃതിയിൽ നിന്ന് ലഭ്യമാകുന്ന ഫലങ്ങൾ ഏതൊക്കെയാണ്, വൃക്ഷലതാദികൾ ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ച് ഒരു അവബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം, അല്ലെ? നമ്മുടെ പ്രകൃതി ജീവനത്തിന്റെ ഭാഗമായിട്ട് വൃക്ഷലതാദികൾക്കും ഫലങ്ങൾക്കും ഒക്കെ വളരെയധികം വലിയൊരു ഭാഗമുണ്ട്, അല്ലെ? ശരിയാണോ തെറ്റാണോ? നമ്മള് എന്നും ഇറച്ചി മീനും മാത്രം കഴിച്ച് ജീവിക്കുന്ന ആൾക്കാരല്ല, അല്ലല്ലോ. നമ്മള് പച്ചക്കറികൾ കഴിക്കണം, അതുപോലെ ഫ്രൂട്ട്സ് കഴിക്കണം, ഇങ്ങനെ പല പല രീതിയിലുള്ള പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങൾ, വൈറ്റമിൻസ് നിറഞ്ഞിട്ടുള്ള ഫലങ്ങളാണ് ഇരിക്കുന്നത് മുഴുവൻ. തണ്ണിമത്തൻ കിരൺ ഇരിക്കുന്നുണ്ട്, ആപ്പിൾ ഇരിക്കുന്നുണ്ട്, ഓറഞ്ച് ഇരിക്കുന്നുണ്ട്, സീതാപ്പഴം ഇരിക്കുന്നുണ്ട്, നേന്ത്രപ്പഴം ഇരിക്കുന്നുണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട് ഇരിക്കുന്നുണ്ട്, അല്ലെ? അങ്ങനെ എല്ലാ പഴങ്ങളും ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള സാധനങ്ങളാണ്. ചെറിയ കുട്ടികൾ ധാരാളമായി കഴിക്കേണ്ടതായിട്ടുള്ള ഫ്രൂട്ട്സാണിത്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ പ്രതിരോധ ശക്തി ഉറച്ചു നിൽക്കുവാൻ വേണ്ടിയിട്ട്, രോഗങ്ങൾ നമുക്ക് വരാതിരിക്കുവാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ ധാരാളം കഴിക്കണം. അപ്പൊ ഏത് ഫ്രൂട്ടാണ് നല്ലത്, ഏത് ഫ്രൂട്ടാണ് ചീത്ത? മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി
തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. നീലി എന്റെ എല്ലാ പ്രശ്നത്തിലും കൂടി ഉണ്ടായിരുന്നു. ഇനി ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ ഇവിടെ മുള്ളൂ. അയ്യോ ചേട്ടൻ വീണ്ടും വാർത്തയിലേക്ക്. 3637 മുക്കാട്ടുകര NSS കരയോഗത്തിന്റെ പതാക ദിനം NSS കരയോഗ മന്ദിരത്തിൽ സെക്രട്ടറി മാധവൻ നായർ പതാക ഉയർത്തുകയും തുടർന്ന് NSS കരയോഗ അംഗങ്ങൾ ഘോഷയാത്രയായി നായരങ്ങാടി സെന്ററിൽ ഉള്ള കൊടിമരത്തിൽ NSS പ്രസിഡന്റ് ദേവരാജൻ പതാക ഉയർത്തി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിൽ ജപമാല മാസാചരണത്തിന്റെ സമാപനത്തിൽ KCYM സംഘടനയുടെ ആഭിമുഖ്യത്തിൽ കൊന്ത മത്സരം സംഘടിപ്പിച്ചു. മത്സരത്തിൽ സെന്റ് മേരീസ് യൂണിറ്റ് 1ാം സ്ഥാനവും കാൽവരി യൂണിറ്റ് 2ാം സ്ഥാനവും ജോൺ മരിയ വിയാനി, ഡോൺ ബോസ്കോ യൂണിറ്റുകൾ പ്രോത്സാഹന സമ്മാനങ്ങളും കരസ്ഥമാക്കി. മണ്ണുത്തി ജനസേവന സമിതിയുടെ ആഭിമുഖ്യത്തിൽ അപകട സാധ്യതാ മേഖലയായ അലയൻസ് ക്ലബ് ജംഗ്ഷനിൽ സുരക്ഷാ കണ്ണാടി സ്ഥാപിച്ചു. തൃശൂർ MLA ശ്രീ ബാലചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. സമിതി പ്രസിഡന്റ് MK വർഗീസ് അധ്യക്ഷനായ പരിപാടിയിൽ സമിതി ജനറൽ സെക്രട്ടറി CO വിൽസൺ, വനിതാ സെക്രട്ടറി അല്ലി മോഹനൻ, മുൻ സെക്രട്ടറി മോഹനൻ, മുരളീധരൻ, TK ബാലകൃഷ്ണൻ, AV കുമാരൻ, ജാനകി കുമാരൻ, ഷമീർ, ക്ലാര ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഇനിയും ഒട്ടേറെ സേവന പ്രവർത്തനങ്ങൾ സമിതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും പ്രസിഡന്റ് പറയുകയുണ്ടായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 41ാം രക്തസാക്ഷിത്വ ദിനം വിവിധ കോൺഗ്രസ് കമ്മിറ്റികൾ ആചരിച്ചു. കട്ടിളപ്പൂവം പാണ്ടിപ്പറമ്പ് റോഡ് BMBC നിലവാരത്തിൽ പൂർത്തീകരിച്ചത് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ അഗ്രി ന്യൂട്രി ഗാർഡൻ പദ്ധതി PG ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി അമ്പഴച്ചാൽ വെള്ളച്ചാട്ടത്തിന് സമീപത്തു നിന്നും 300 ലിറ്റർ വാഷും മാറ്റുപകരണങ്ങളും പിടികൂടി. താമര വെള്ളച്ചാൽ ആരണ്യകം ശിശുക്ഷേമ ട്രൈബൽ ഗ്രന്ഥശാല മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.